മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വലിയ വഴിത്തിരിവ്. ഇതുപോലെ എത്ര കേസ് കെട്ടിൽ നിന്നും പുഷ്പം പോലെ ഈ ബോണി ഊരി പോന്നിട്ടുണ്ടേ. ഭാര്യ ബിന്ദു മേനോനോട് കെ.ബി. ഗണേഷ് കുമാർ ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നതാണ് വിവരം. എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചു. ഒരു തവണത്തേക്ക് ക്ഷമിച്ച് മാപ്പാക്കണം എന്നെ നാട്ടിക്ക്. ഗണേഷ് കുമാറിനെതിരെ പോലീസിൽ പരാതി കൊടുക്കില്ലെന്നും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ താനില്ലെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളൂ. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. ബിന്ദു മേനോനോട് മാപ്പ് അപേക്ഷിച്ചതാണ്. അതോടുകൂടി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയിലാണ് കെ.ബി. ഗണേഷ് കുമാറും അദ്ദേഹത്തെ അനുകൂലിക്കുന്നതിനുമുള്ളത്. എന്നാൽ ഈ മന്ത്രിയുടെ ഭാര്യ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വീഴ്ചയും പോലീസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്വ കുറവാണ് രാഷ്ട്രപതിയുള്ള എന്നെപ്പോലുള്ള പൗരന്മാരുടെ ആവശ്യം ഒന്ന് വിട്ടു നടന്നോ, നമ്മൾ തമ്മിൽ പരിചയം കാണിക്കാം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒത്തുതീർപ്പായാലും അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ അതേപടി പൊതുസമൂഹത്തിൽ നിൽക്കുന്നില്ല എന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാക്കൾ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ. ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആശങ്ക സർക്കാർ തലത്തിലുണ്ട്, മുന്നണി തലത്തിലുണ്ട്. മുന്നണി നേതൃത്വമടക്കം ഈ സംഭവ വികാസങ്ങളെ സശ്രദ്ധ നിരീക്ഷിക്കുകയാണ്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.